السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സൂര്യയും മറ്റുള്ള നീലമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാനിലെ ബദർ കൊണ്ട് അനുഗ്രഹീതമായ 17ാം രാവിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ ബറകത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരുമാറാകട്ടെ. അവരുടെ പ്രത്യേകമായ കാവൽ അള്ളാഹു നമുക്ക് ജീവിതത്തിലും മരണത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 17ന്റെ രാത്രി ആയതുകൊണ്ട് ബദരീങ്ങളെ അനുസ്മരിക്കാതിരിക്കാൻ നമുക്ക് ഒരിക്കലും നിർവാഹമില്ലാത്തതും കൊണ്ട് ഞാൻ ക്ലാസ് മാറ്റി ബദരീങ്ങളെ കുറിച്ച് ഒരല്പം പറയാൻ ആഗ്രഹിക്കുകയാണ്. ബദരീങ്ങളെ പറയാതെ സദസ് ഒരിക്കലും പരിപൂർണമാവുകയില്ല. ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് ബദർ കൊണ്ട് അനുഗ്രഹീതമായ 17ന്റെ രാവാണ്. കാരണം ലോകത്ത് സത്യവും അസത്യവും വേർതിരിച്ച് പരിശുദ്ധമായ ദീനിന്റെ കലിമത്ത് ഉയർത്തിക്കാട്ടിയ ദിവസം അതേതാണ്? റമദാൻ 17ന്റെ ബദറിന്റെ രാവാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ലൈലത്തുൽ ഖദ്റാകാൻ വരെ സാധ്യതയുള്ള ദിവസമാണ്. അല്ല, ഒരു ഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് തന്നെയാണ്, അഥവാ ആ 17ന്റെ ആ ദിവസം ആയിരുന്നു, രാവ ആയിരുന്നു ലൈലത്തുൽ ഖദ്ർ എന്ന് വരെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. കാരണം വെറും 300 ചില്ലവാനം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് ബദർ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. ആ സമയത്ത് അവരെ കയ്യിലൊന്നുമില്ല, ആയുധങ്ങളില്ല, ആൾബലങ്ങളില്ല, ശക്തിബലങ്ങളില്ല, ഒന്നുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിന്റെ പിന്നിൽ മക്കത്ത് വിട്ടേച്ചു പോയ സമ്പത്തുകൾ മുഴുവൻ കൊള്ളയടിച്ച് ഞങ്ങൾക്ക് നേരെ തിരിയുന്ന ശത്രുക്കളെ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയാണ് അവർ പുറപ്പെട്ടത്. ദീർഘമായ ചരിത്രമാണ്, ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മദീന പള്ളിയിൽ നിന്ന്, മസ്ജിദുൻ നബവിയിൽ നിന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് മുന്നോട്ട് നീങ്ങി ഒരു സ്ഥലത്ത് തമ്പടിച്ച് അവിടെ അല്പം റെസ്റ്റ് എടുത്ത് സ്വഹാബത്തിനെ മുഴുവൻ സജ്ജരാക്കി ബദറിന് വേണ്ടി നീങ്ങുന്ന രംഗങ്ങളൊക്കെ ചരിത്രത്തിൽ കാണാം. ആ പള്ളിയും ഇടങ്ങളും അൽഹംദുലില്ലാഹ് നമ്മിൽ പലരും കണ്ടവരാണ്. നമ്മുടെ മഹ്മൂദ് അടക്കം
മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ബദറിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് സ്വഹാബത്തിനെയും കൂട്ടി അവിടെ റെസ്റ്റ് എടുത്തതും കാര്യങ്ങൾ ചർച്ച ചെയ്തതുമായ സ്ഥലം ഇന്നും നമുക്ക് ദർശിക്കാൻ കഴിയും. അങ്ങനെ അവിടെ നിന്ന് യാത്ര തുടങ്ങി പരിശുദ്ധമായ റമദാനിന്റെ 17-ാം രാവിലാണ് ബദർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നത്. പ്രത്യേകത കൂടിയുണ്ട്. അന്ന് വരെ റമദാനിലെ നോമ്പ് നിർബന്ധമില്ലായിരുന്നു. ആ വർഷമാണ് ആദ്യമായിട്ട് റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നത്. ആ നിർബന്ധമായ വർഷം തന്നെയാണ് ബദർ യുദ്ധമുണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അല്ലെങ്കിൽ ചൂടുകാലത്ത് നോമ്പ് നോക്കിയാലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചറിയുന്നവരാണ് നാം ഓരോരുത്തരും. മരുഭൂമിയിലെ ചൂടും അതോടൊപ്പം അവിടുത്തെ ഉഷ്ണത്തിന്റെ കാഠിന്യവും പറഞ്ഞറിയിക്കേണ്ടതില്ല. അതോടൊപ്പം ആദ്യമായി നോമ്പ് നിർബന്ധമായ വർഷം കൂടിയായിരുന്നു അത്. സ്വഹാബത്ത് വളരെ ക്ഷീണിതരായിട്ടാണ് ബദറിലേക്ക് എത്തുന്നതും അവിടുത്തെ രംഗങ്ങളൊക്കെ. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ബറക്കത്തിന് വേണ്ടി മാത്രം ഞാൻ ചെറിയ ഒരു ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ ബദർ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ചരിത്രത്തിലേക്ക് കടക്കാത്തത് വേറൊന്നുകൊണ്ടല്ല, നമുക്ക് എവിടേക്കും എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അത്രക്കും ദീർഘമാണ് ചരിത്രം. പക്ഷേ ആ ബദർ യുദ്ധത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ അത്ഭുതം 313ഓളം വരുന്ന സഹാബത്തിനെ സഹായിക്കാൻ വേണ്ടി വാനലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി എന്നതാണ്. അതോടൊപ്പം സഹാബത്തിന്റെ ഈമാനിക കരുത്ത് ലോകത്തേക്ക് കാണിച്ചു എന്നതാണ്. മറ്റൊന്ന്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, മൂസാ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹൗനാ ഖാഇദൂൻ എന്നാണ് അവർ പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഭക്ഷണങ്ങൾ ആകാശത്ത് നിന്ന് നമ്മുടെ കാടപ്പക്ഷിയും പിന്നെ കൊട്ടുത്തേരം പറയുന്ന പ്രത്യേകമായ വിഭവം ഇറക്കിക്കൊടുത്ത് ഭക്ഷിപ്പിച്ച അള്ളാഹു, ആ അള്ളാഹു ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവര് പറഞ്ഞത്, മൂസാ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹൗനാ ഖാഇദൂൻ. മൂസാ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ സുഖമായി ഇരുന്നു കൊള്ളാമെന്ന് പറഞ്ഞ ജനതയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ബദറിന്റെ പരിചാരത്ത് വെച്ച് അഭിപ്രായം ആരായുമ്പോൾ മുഹാജിറുകൾ നബി തങ്ങളോട് വന്ന് പറഞ്ഞു, തങ്ങൾ എന്ത് കൽപ്പിച്ചാലും ഞങ്ങളത് അപ്പടി സ്വീകരിക്കാൻ തയ്യാറാണ്. തങ്ങൾ ചോദ്യം നിർത്തുന്നില്ല. അപ്പൊ സ്വഹാബത്തിന് മനസ്സിലായി, അൻസാറുകളായ സ്വഹാബത്തിന് കാര്യം പിടികിട്ടി. ആ സ്വഹാബത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം, അൻസാറുകളുടെ സംഘം വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, അവിടുന്ന് ഞങ്ങളെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ചോദിക്കുന്ന ചോദ്യമെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നബിയേ, ഈ കാണുന്ന വലിയ ഞങ്ങളുടെ മുമ്പിൽ ഒരു കടൽ കാണിച്ച് ആ കടലിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടിയാണ് അങ്ങ് പറയുന്നതെങ്കിൽ നിശ്ചയമായി നിങ്ങൾ അതിലേക്ക് മറ്റൊന്നും ചിന്തിക്കാതെ ആ കടലിലേക്ക് എടുത്ത് ചാടും നബിയെ. അതല്ലെങ്കിൽ അവിടെ അന്ന് അറിയപ്പെട്ട ഏറ്റവും ഭീകരമായ ഒരു കാടുണ്ട്, ഒരു വനപ്രദേശമുണ്ട്. ആ വനം പ്രദേശത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്വഹാബത്ത് പറയുന്നു, നബിയെ, ആ കാടിലേക്ക് എടുത്ത് ചാടാനാണ് ഞങ്ങളോട് പറയുന്നതെങ്കിൽ പോലും ഞങ്ങൾ ഒരിക്കലും അത് ചിന്തിക്കുകയില്ല. മൂസാ നബിന്റെ ജനത മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. മറുത്തൊരു ചോദ്യം ചോദിക്കാതെ തങ്ങൾ എന്ത് കൽപ്പിക്കുന്നുവോ അത് ഞങ്ങൾ ചെയ്തു കൊള്ളും നബിയെ എന്ന് പറഞ്ഞപ്പോൾ റബ്ബിനെ സ്തുതിക്കുകയാണ്, സുജൂദിൽ വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികളെ മുഴുവനും യുദ്ധത്തിന് വേണ്ടി സജ്ജീകരിച്ചു നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അവിടെ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ ചരിത്രമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധക്കഥയുണ്ട്. അതേ പ്രകാരം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കാലിൽ വെട്ടേറ്റ് വീഴുന്ന രംഗമുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ആ യുദ്ധക്കളത്തിൽ ഏറ്റവും പ്രായം ചുരുങ്ങിയ 2 സ്വഹാബത്തുണ്ട്. വളരെ പ്രായം ചുരുങ്ങിയവരാണ്. 16 വയസ്സ് മാത്രം പ്രായമുള്ള 2 കുട്ടികൾ. നമ്മുടെ ഭാഷയിൽ കുട്ടികളാണ്. മുആദ്, മുഅവ്വിദ് എന്ന് പറയുന്ന 2 കുട്ടികളാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ബാക്കിൽ നിന്ന് ഒരാൾ വന്നിങ്ങനെ തോണ്ടുന്നു.
ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ചെറിയ വയസ്സുള്ള ഒരു കുട്ടിയാണ്, 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ്. ഞാൻ അത്ഭുതത്തോടെ നോക്കിപ്പോയി, എന്താണ് ഈ കുട്ടിക്ക് യുദ്ധം നടക്കുന്ന സ്ഥലത്ത് എന്ത് പണിയാണ്? ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ആ കുട്ടി എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു യാ അമ്മ. അറബികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പദമാണ് യാ അമ്മി എന്ന്, ഓ കൊച്ചാപ്പ എന്ന്. ആ നിലയ്ക്ക് ആ മകൻ വിളിക്കുന്നു, ഓ എളാപ്പ, എനിക്കൊരു കാര്യം നിങ്ങൾ പറഞ്ഞു തരണം. ആരാണ് ഈ അബൂജഹൽ? ആരാണ് അബൂജഹൽ എളാപ്പ എന്ന് ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ കുട്ടിയാണെങ്കിൽ വളരെ ചെറിയ കുട്ടിയാണ്, എന്റെ അരവര മാത്രമേ ആ കുട്ടിയുള്ളൂ. അബൂജഹൽ, ഈ മനുഷ്യൻ അബൂജഹൽ എന്ന് പറയുന്ന മനുഷ്യൻ ദൃഢഗാത്രനാണ്, ഏറ്റവും ഉയരം കൂടിയവനും അതേ പ്രകാരം വലിയ ആചാരഭാഗമായ ഒരു മനുഷ്യനാണ് അബൂജഹൽ. അബൂജഹലിന്റെ അടുത്തെത്തിയാൽ അബൂജഹലിന്റെ മുണ്ടോളം മാത്രമേ ഈ കുട്ടി വരികയുള്ളൂ. എന്തിനാണ് ഈ കുട്ടിക്ക് അബൂജഹൽ? തിരിച്ചു ചോദിച്ചു, മോനെ എന്തിനാണ് അബൂജഹൽ? ആ കുട്ടി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഓ കൊച്ചാപ്പ, എന്റെ ഉമ്മ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് നിങ്ങൾക്കറിയാമോ? എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുകയും അസഭ്യം പറയുകയും ആക്ഷേപിക്കുകയും ചെയ്ത വ്യക്തിയാണ് അബൂജഹൽ. ആ അബൂജഹലിനെ നിങ്ങൾ വകവരുത്തണം, അതല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല, അതല്ലെങ്കിൽ നിങ്ങൾ ആ യുദ്ധത്തിൽ വെച്ച് ഷഹീദാകണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഉമ്മ വിട്ടത് എന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് മറുഭാഗത്തു നിന്ന് പിന്നൊരാളിങ്ങനെ തോണ്ടുകയാണ്. നമസനി എന്നാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത്. നമസനി എന്ന് പറഞ്ഞാൽ എന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടി എന്നാണ് അർത്ഥം. ആ തോണ്ടിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്നു, സുബ്ഹാനല്ലാഹ്, നേരത്തെ ചോദിച്ച അതേ കുട്ടിയുടെ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടിയാണ് മുഅവ്വിദ്. ചരിത്രം ആ കുട്ടികൾക്ക് പേര് വെച്ചത് അഫ്റാഇന്റെ 2 പുത്രങ്ങളെന്നാണ് ചരിത്രം പേര് വെച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, മറുഭാഗത്ത് തിരിഞ്ഞു നോക്കുമ്പോ മുഅവ്വിദാണ്. നേരത്തെ മുആദ് പറഞ്ഞ അതേ വാക്കാണ് ഈ കുട്ടിക്കും പറയാനുള്ളത്. ഞാൻ പിന്നെയൊന്നും ചിന്തിച്ചില്ല. എന്റെ മുന്നിൽ കാണുന്നത് വലിയ കുതിരപ്പുറത്ത് ആചാരഭാഗമായി വന്നുകൊണ്ട് ധീരധീരം പോരാടുന്ന അബൂജഹലിനെയാണ് ഞാൻ കണ്ടത്. സുബ്ഹാനല്ലാഹ്. എന്റെ കുട്ടികൾക്ക് ആ 2 കുട്ടികളെ വിളിച്ചു, ഓ മക്കളെ വരൂ, നിങ്ങൾക്ക് ചോദിക്കുന്ന, നിങ്ങൾ അന്വേഷിക്കുന്ന അബൂജഹൽ അതാ മുമ്പിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടേയുള്ളൂ. ഈ 2 മക്കളും എടുത്തൊരു ചാട്ടമാണ്. അബൂജഹലിന്റെ കുതിരന്റെ മേലെ ചാടി അബൂജഹലിനെ വെട്ടുന്നു. അബൂജഹൽ താഴേക്ക് വീഴുന്നു. സുബ്ഹാനല്ലാഹ്. ഇക്രിമ എന്ന് പറയുന്ന അബൂജഹലിന്റെ മകൻ ഇത് കാണുന്നു. മുആദ് എന്ന് പറയുന്ന കുട്ടിയുടെ പെരടിന്റെ ഭാഗത്തേക്ക് അദ്ദേഹം വെട്ടുന്നു. ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈ അറ്റ് വീഴുന്നു. തോളിന്റെ മേലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. പക്ഷേ അവന് വിട്ടില്ല. അബൂജഹലിനെ വേണ്ടത് കൈകാര്യം ചെയ്തു. വെട്ടിയിട്ട് യുദ്ധക്കളത്തിൽ അബൂജഹൽ പിടഞ്ഞു വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ഈ തോലിന്റെ മേലെ തൂങ്ങിക്കിടക്കുന്ന കയ്യിൽ ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും പോയി യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ഒരല്പം ചിന്തിച്ചു. പിന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഞാൻ എന്താവുന്നു കുനിഞ്ഞു. ആ തോലിന്റെ മേലെ തൂങ്ങിക്കിടക്കുന്ന കയ്യൊന്ന് നിലത്ത് വെച്ചു. എന്നിട്ട് എന്റെ കാല് അതിന്റെ മേലെ ഇങ്ങനെ ചവിട്ടിപ്പിടിച്ചു. എന്നിട്ട് വലിച്ച നീരൽ ഞാൻ നീർന്നു. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടു നിൽക്കുന്ന സ്വഹാബത്ത് പറയുന്നു, ആ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ തോലോടുകൂടി അറ്റ് ഭൂമിയിലേക്ക് വീണു. ആ കൈ വലിച്ചെറിഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യുന്നു യുദ്ധക്കളത്തിൽ. എന്നിട്ട് ഈ 2 മക്കളും സന്തോഷത്തോടെ വാളും പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലോടുന്നു. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നി ഖതൽതു അബാ ജഹൽ, ഇന്നി ഖതൽതു അബാ ജഹൽ. 2 മക്കളും ഓടി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സന്തോഷം പറയുന്നു, ഓ ഹബീബേ, ഞങ്ങളിതാ അബൂജഹലിനെ വകവരുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ ഈ 2 മക്കളെയും നോക്കുകയാണ്. കാരണം ഒരേ പ്രാവശ്യം 2 ആൾക്കും വെട്ടാൻ കഴിയില്ലല്ലോ. അതിൽ ആദ്യം ആരോ വെട്ടിയിട്ടുണ്ടാകണം, പിന്നെ വെട്ടുന്നത് പിന്നെ ഒരാളാണ്. പക്ഷേ നബി തങ്ങൾ അതൊന്നും ചിന്തിച്ചില്ല. ഈ 2 കുട്ടികളോടും വളരെ തന്ത്രപരമായി തങ്ങൾ ചോദിച്ചു, അൽ മസഅതുകുമാ സൈഫകുമാ, മക്കളെ സന്തോഷം, നിങ്ങൾ നിങ്ങളുടെ വാളിന്റെ രക്തക്കറ അത് നിങ്ങൾ തോർത്തിക്കളഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങൾ കഴുകിക്കളഞ്ഞിട്ടുണ്ടോ? ആ മക്കൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കഴുകിയിട്ടില്ല.
പോകുന്നു. സുബ്ഹാനല്ലാഹ്, തങ്ങൾ സന്തോഷത്തിന്റെ വാക്ക് പറയുന്നു. മക്കളെ, അൻതുമാ ഖതൽതുകുമാ അബാ ജഹൽ, സന്തോഷിച്ചോളൂ, നിങ്ങൾ രണ്ടുപേരുമാണ് ദുഷ്ടനായ അബൂജഹലിനെ കൊന്നുകളഞ്ഞത്. നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടികളെ സന്തോഷിപ്പിക്കുന്നു. അതിൽ ഒരു സഹാബി മുഅദ്ദിദ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ വെച്ച് വീണ്ടും യുദ്ധം ചെയ്തുകൊണ്ട് വഫാത്തായി പോകുന്നു. മുആദ് റളിയല്ലാഹു അൻഹു ഈ ഒറ്റ കൈയുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ ജീവിച്ചു എന്നാണ് ചരിത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ചെറിയ മക്കളുടെ പ്രായം മാത്രമുള്ള രണ്ട് സ്വഹാബ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, അതോടൊപ്പം ആ ഉമ്മ, അവരുടെ ഉമ്മ പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്. അത് ഏതാണ്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് ആ ഉമ്മ കുട്ടികളെ തൽപിരിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നബി തങ്ങളെ ആക്ഷേപിക്കുന്ന, നബി തങ്ങളെ കുറ്റം പറയുന്ന, നബി തങ്ങളെ ആക്ഷേപിക്കുന്ന, ആക്രമിക്കുന്ന അബൂജഹലിനെ ഒന്നുകിൽ നിങ്ങൾ കൊന്നുകളയണം, അതല്ലെങ്കിൽ നിങ്ങൾ ആ യുദ്ധത്തിൽ ഷഹീദാകണം, അതല്ലാതെ എന്റെ വീട്ടിൽ നിങ്ങൾ തിരിച്ചു വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അയച്ച ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് ഇട്ടുകൊടുത്തപ്പോൾ ദുനിയാവിലൊന്നും അവർക്ക് പ്രശ്നമായില്ല, ദുനിയാവിനവർക്കൊരു വിഷയവുമായില്ല. അവരുടെ വാപ്പയാകുന്ന അംർ ഇബ്നുൽ ജമൂണ്ട് മണന്തനാണ്. യുദ്ധത്തിന് പോകുമ്പോ സഹാബത്ത് തടഞ്ഞു. അവസാനം നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഈ മുടന്തുള്ള കാടുമായി എന്നെ സ്വർഗത്തിലേക്ക് കടക്കണ്ട എന്നാണ് തങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, മക്കളെ, നിങ്ങൾ തടയേണ്ട, നിങ്ങൾ അദ്ദേഹത്തെ തടയരുത് മക്കളെ. അദ്ദേഹത്തിന് ഷഹീദിന്റെ ഫലം അല്ലാഹു നൽകിയേക്കാം. ബഹുമാനപ്പെട്ടവർ യുദ്ധം ചെയ്ത് കയ്യിലുണ്ടായിരുന്ന കാരക്ക സഞ്ചി വലിച്ചെറിഞ്ഞ് എന്നിട്ട് ആ യുദ്ധത്തിൽ വെച്ച് ഷഹീദായി അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കട്ടെ, അബൂജഹലിനെ ആ രണ്ട് മക്കൾ വെട്ടിവീഴ്ത്തിക്കൊണ്ട് യുദ്ധക്കളത്തിലുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവസാനം ഈ അബൂജഹലിന്റെ തലയെടുത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം എത്രയോ മുമ്പ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറിയ മനുഷ്യനാണ്, പൊക്കം കുറഞ്ഞ ആളാണ്. ഒരു ദിവസം അബൂജഹൽ വന്ന് അദ്ദേഹത്തിന്റെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിക്ക് ഒരു ചൊട്ട് കൊടുത്തിരുന്നു. അത് മതി, അത്രമാത്രം ആചാരമാണ് അബൂജഹൽ. അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ലോണം അത് വിഷമമായി, നല്ലോണം വേദനയായി. നബി തങ്ങളോട് വന്ന് കാര്യം പറഞ്ഞു. തങ്ങളൊന്നും പറഞ്ഞില്ല, വീണ്ടും പറഞ്ഞു. അപ്പോൾ തങ്ങൾ ഒരു പുഞ്ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല. എന്താണ് സംഭവം? ഇതാ ബദറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവത്തിലൂടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. യുദ്ധം കഴിഞ്ഞ് അബൂജഹലിന്റെ തല അറുത്തു കൊണ്ടുവരാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുഷ്ടന്റെ അടുക്കലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം തന്റെ അരയിൽ കിടക്കുന്ന വാഴ ഊരി കൊടുത്തുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറയുകയാണ്, അല്ലെങ്കിൽ വാഴ കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഓ ഇബ്നു മസ്ഊദ്, നിങ്ങൾ നിങ്ങളുടെ ആ താഴവാട് കൊണ്ട് എന്റെ തലയിറക്കാൻ പാടില്ല. എന്റെ സ്വർണത്തിന്റെ വാളുണ്ട് എന്റെ വറയിൽ, അത് എടുത്ത് നിങ്ങൾ വെട്ടണം. അത് മാത്രം പോരാ, നിങ്ങൾ എന്റെ കഴുത്ത് അറുക്കുമ്പോ കുറച്ച് ചങ്ക് നീളം കൂട്ടി അറുക്കണം. എന്തിനാണെന്നറിയുമോ? എന്റെ തല കണ്ട് നിന്റെ മുഹമ്മദ് ഒന്ന് ഞെട്ടട്ടെ. സുബ്ഹാനല്ലാഹ്, ദുഷ്ടനായ അബൂജഹൽ ചാകാൻ പോകുമ്പോഴും പറയുന്നത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ തല കണ്ട് ഞെട്ടട്ടെ എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അബൂജഹലിന്റെ തലയറച്ചു മാറ്റുന്നു, ചെവിയിൽ ഒരു തോട്ടയുണ്ടാക്കുന്നു, ഒരു കയറ് കെട്ടുന്നു, എന്നിട്ട് വലിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്നു. തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ്, എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിച്ചില്ലേ? ആ ചിരി ഇതാണ്, നിങ്ങൾ പിന്നീട് അബൂജഹലിന്റെ തലക്ക് ചെവിയിൽ വള്ളിയിൽ കയറിട്ടുകൊണ്ട് നിങ്ങൾ വലിച്ചു കൊണ്ടുവരുമെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. എന്നിട്ട് അബൂജഹൽ പറഞ്ഞ കാര്യം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ അത്ഭുതത്തോടെ വിഷമത്തോടെ പറയുകയാണ്, എന്തൊരവസ്ഥയാണ്, എന്തൊരു ധിക്കാരമാണ്, എന്റെ ശത്രുവിന് ഇത്രയും ധിക്കാരമോ?
മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശത്രു ഫിർഔൻ അവിടെ പുഴയിൽ അല്ലെങ്കിൽ കടലിൽ മുങ്ങിച്ചാകാൻ പോകുമ്പോഴെങ്കിലും അവൻ വിളിച്ചു പറഞ്ഞു, മൂസ ഒന്ന് രക്ഷപ്പെടുത്തണം, നിന്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനേക്കാളും ദുഷ്ടനായി പോയല്ലോ എന്റെ ശത്രു. ചാകാൻ പോകുന്ന സമയത്തും അവന് പറയാനുള്ളത് എന്റെ തലയൽപ്പം നീട്ടിമുറിക്കണം, നിന്റെ നേതാവ് മുഹമ്മദ് കണ്ട് ഞെട്ടട്ടെ എന്നാണ് അവന്റെ പറച്ചിൽ. നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഫിർഔനിനേക്കാളും ദുഷ്ടനായല്ലോ ഈ എന്റെ ശത്രു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ തുടങ്ങി ദീർഘമായ ഒരുപാട് സംഭവ വികാസങ്ങൾ ബദർ യുദ്ധത്തിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വീക്ഷിക്കുന്നു, സഹാബത്തിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ബദരീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥാനം നൽകുന്നു. ഖുർആൻ അവരുടെ പ്രശംസകൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു തരുന്നു. ആ സ്വഹാബത്തിന് വസീലയാക്കി ചോദിച്ചാൽ കിട്ടാത്ത കാര്യങ്ങളില്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബിന്റെ ബദറിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് ലോകത്തിറങ്ങിയ മഹാമാരി എത്രയും പെട്ടെന്ന് ഉയർത്തിക്കളയുമാറാകട്ടെ. അർഹമർ റഹീമായ അല്ലാഹുവേ, അസ്ഹാബുൽ ബദറിനെ മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു, അല്ലാഹ് ഞങ്ങളുടെ ചെറുതും വലുതുമായ ദോഷങ്ങൾ നീ വിട്ടുപുറത്ത് മാഫ് ചെയ്യണേ. അല്ലാഹ് ഇസ്സത്തും സലാമത്തും സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യണേ. അല്ലാഹ് പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലും ഒരുപാട് ആളുകൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു. അല്ലാഹ് പരിശുദ്ധ റമദാനിന്റെ 17-ാം രാവിൽ ബദരീങ്ങൾ മുൻനിർത്തി നിന്നോട് ഇറക്കുന്നു. അല്ലാഹ് നീ പരിപൂർണ്ണ ശിഫാ നൽകണേ. അല്ലാഹ് നീ ശിഫാ നൽകണേ. അല്ലാഹ് നീ ശിഫാ നൽകണേ. അല്ലാഹ് പടച്ചവനെ, ശാരീരിക മാനസിക പൈശാചിക രോഗങ്ങൾക്ക് മുഴുവനും നീ ശമനം നൽകണേ. അല്ലാഹ് ആര് കൈയൊഴിഞ്ഞാലും ശാഫിയായ നിനക്ക് ഒരു പ്രയാസവുമില്ല. അല്ലാഹ് അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങളെ നീ ശിവയാക്കി തരണേ. അല്ലാഹ് ശിവയാക്കി തരണേ. അല്ലാഹ് പടച്ചവനെ, അടുത്ത ദിവസങ്ങളിലായി ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ പെട്ടെന്ന് മരിച്ചുപോയി. അല്ലാഹ് നീ അവർക്ക് മഗ്ഫിറത്ത് നൽകി. അല്ലാഹ് കുടുംബത്തിന് സമാധാനം നൽകി. അല്ലാഹ് ഞങ്ങൾക്ക് നിന്റെ താഴത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി. അല്ലാഹ് പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിച്ചു കളയല്ല. അല്ലാഹ് പടച്ചവനെ, ധാരാളധികം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകല്ല. അല്ലാഹ് നിന്റെ പരീക്ഷണങ്ങൾ വിജയിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്കില്ല. അല്ലാഹ് വല്ല പരീക്ഷണങ്ങളും നീ നൽകുകയാണെങ്കിൽ അതിൽ ക്ഷമിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹ് അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ നീ ഖൈറിന്റെ പരിഹാരം ഉൾപ്പെടുത്തണേ. അല്ലാഹ് എല്ലാ ശർറിലും കാവൽ നൽകണേ. അല്ലാഹ് പടച്ചവനെ, ഞങ്ങളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ ഒരുപാട് വിവിധ ഭാഗങ്ങളിലുണ്ട്. അല്ലാഹ് പ്രത്യേകിച്ച് ഈ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഹായിച്ച് സഹകരിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ, ബദരീങ്ങളെ മുൻനിർത്തി ചോദിക്കുന്നു. അല്ലാഹ് അവർക്കൊക്കെ നീ കാവലാകണേ. അല്ലാഹ് അവരെ ഏർപ്പാടുകൾ ബറക്കത്ത് ചെയ്യണേ. അല്ലാഹ് വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കണേ. അല്ലാഹ് മരിച്ചുപോയവരുടെ കുടുംബാംഗങ്ങൾ ഖബർ നീ വിശാലമാക്കണേ. അല്ലാഹ് ഞങ്ങൾക്ക് നിന്റെ ത്വഅത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ. അല്ലാഹ് അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് നല്ല സമയത്ത്, നല്ല ദിവസത്ത്, നല്ല സ്ഥലത്ത് നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ റഹ്മത്തിന്റെ മലക്കിന്റെ കമ്പടിയോടുകൂടി സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് കുടുംബത്തിന്റെ മുമ്പിലായി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ. അല്ലാഹ് സക്കറാത്തിന്റെ സമയത്ത് നിന്റെ മഹാന്മാരുടെ കാവൽ നൽകണേ. അല്ലാഹ് പടച്ചവനെ, നീ പരിശുദ്ധമായ റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കി സാക്ഷി നിർത്തണേ. അല്ലാഹ് പ്രതികൂലമാക്കി സാക്ഷി നിർത്തല്ല. അല്ലാഹ് ഒരുപാട് ആളുകളെ നരകത്തിൽ മോചിപ്പിക്കുമ്പോൾ ഞങ്ങളെയും മോചിപ്പിക്കണേ. അല്ലാഹ് പടച്ചവനെ, ഞങ്ങളുടെ മക്കൾക്ക് നാഫിയായ ഉലൂമുകൾ വർദ്ധിപ്പിക്കണേ. അല്ലാഹ് ദീനും ദുന്യവും മുഖറയുമായ വിജ്ഞാനം ധാരാളം നൽകണേ. അല്ലാഹ് അത് മുഖേന സമുദായത്തിനും സമൂഹത്തിനും നാട്ടിലും മാതാപിതാക്കൾക്കും ഇസ്സത്തുള്ള മക്കളാക്കി വളർത്തണേ. അല്ലാഹ് ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് പദ്ധതികളുണ്ട്, അതിന്റെ വഴികൾ എളുപ്പമാക്കണേ. അല്ലാഹ് അർഹമർ റഹീമായ അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ. അല്ലാഹ് പടച്ചവനെ, പ്രായമധ്യവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ.
പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണയല്ല. വീടില്ലാത്തൊരു ഖൈറായ വീട് നൽകണയല്ല. ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങൾക്കും നൽകണയല്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.